ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വലിയ നോമ്പിൻ്റെ 4-ാം ദിവസമായ ഇന്ന് നമ്മുടെ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 13 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ്. ഈ ധ്യാനത്തിന് രക്ഷകനെ കണ്ടെത്തുക എന്ന തലക്കെട്ട് നൽകുന്നു. നമ്മുടെ കർത്താവ് ശിഷ്യരോടൊപ്പം ഫിലിപ്പ് കൈസരിയ പട്ടണത്തിലൂടെ പോകുമ്പോൾ നടന്ന ഒരു സംഭവമാണ് ഇന്നത്തെ വേദഭാഗം. ജനങ്ങൾ തന്നെ ആർ എന്ന് പറയുന്നുവെന്നും പിന്നീട് നിങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നുവെന്ന് യേശു ചോദിക്കുന്നു. അതിന് മറുപടിയായി പത്രോസ് അപ്പോസ്തലൻ നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് മറുപടി നൽകുന്നതും തുടർന്ന് പത്രോസ് എന്ന പാറമേൽ സഭയെ പണിയും എന്ന യേശുവിൻ്റെ ശ്രദ്ധേയമായ പ്രഖ്യാപനവുമാണ് പശ്ചാത്തലം. ഫിലിപ്പിയ കൈസരിയ ഒരു പുരാതനമായ യവന റോമൻ പട്ടണമാണ്. ഹെരോദ് ഫിലിപ്പ് എന്ന ചക്രവർത്തി പണി കഴിപ്പിച്ച ഈ പട്ടണം വിഗ്രഹ ആരാധനയ്ക്ക് ശ്രദ്ധേയമായ പട്ടണമായിരുന്നു. പുരാതന കാലത്ത് തന്നെ യവന ദേവനായ പാൻ ദേവന്റെ ക്ഷേത്രം പണി കഴിപ്പിച്ച് ആരാധിച്ചു പോന്നിരുന്നു. ദൈവപുത്രൻ എന്ന് സ്വയം വിശേഷിപ്പിച്ച് ചക്രവർത്തി ആരാധന നിയമനിർബന്ധമാക്കി അഗസ്തസ് കൈസറിനായി ഹെരോദ് ഫിലിപ്പ് സമർപ്പിച്ച പട്ടണവുമാണ്. പുരാതന യവന വിശ്വാസ അനുഷ്ഠാനങ്ങൾ, ചക്രവർത്തി ആരാധന, വ്യവസായശാല, വലിയ വൻകിട നിർമ്മാണങ്ങൾ, സൗന്ദര്യം, അധികാരം, പണം ഇവയുടെ എല്ലാം ഒരു സംഗമ ഭൂമിയായി കൈസരിയ ഫിലിപ്പ് നിലകൊള്ളുന്നു. അതിൻ്റെ നടുവിൽ നിന്നുകൊണ്ടാണ് യേശു ചോദിക്കുന്നത്, ഞാൻ നിനക്ക് ആരാണ്? 2000 വർഷങ്ങൾക്ക് മുമ്പ് ചോദിച്ച ഈ ചോദ്യം ഇന്നും ആ ചോദ്യത്തിന് ഏറെ സ്വാഗതമുണ്ട്. ലോകത്തിൻ്റെ നാനാവിധമായ ഒഴുക്കിൽപ്പെട്ട് കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളിൽ വിസ്മയപുളകിതരായി നാം നിൽക്കുമ്പോൾ ഒരു ചോദ്യം നമ്മുടെ കാതുകളിൽ മുഴങ്ങുന്നു, യേശു നിനക്ക് ആരാണ്? ഭാഗ്യസ്മരണീയനായ ഈശോ മാർ തിമോത്തിയോസ് തിരുമേനി കണ്ടുമുട്ടുന്നവരോട് ചോദിക്കുന്ന ചോദ്യം ഇതുതന്നെയാണ്, കുഞ്ഞേ, യേശു നിനക്ക് ആരാണ്? പത്രോസ് പറയുന്നത് പോലെ യേശു ജീവനുള്ള ദൈവപുത്രനായ ക്രിസ്തു ആണ് എന്ന് നിസ്സംശയം പറയുവാൻ സാധിക്കുമ്പോഴാണ് സഭയുടെ അടിസ്ഥാനശില സ്ഥാപിതമാകുന്നത്. പ്രിയമുള്ളവരെ, ലോകത്തിൻ്റെ ഗതിമാറ്റങ്ങളിൽ നാം കുഴഞ്ഞ് ആശങ്കകളോടും അനുദിന സംഘങ്ങളോടും പടവെട്ടി മുന്നേറുവാൻ നാം ശ്രമിക്കുന്നതിനിടയിൽ ക്രിസ്തു നമുക്ക് ആരെന്ന് തിരിച്ചറിയുവാൻ സാധിക്കുന്നുണ്ടോ? ഈ ഓട്ടങ്ങൾക്കിടയിൽ ആകർഷണങ്ങളിൽ മങ്ങിപ്പോയ ക്രിസ്തുബോധ്യങ്ങളെ വീണ്ടെടുക്കാം. ചിലപ്പോഴെങ്കിലും ചില ലൈഫ് ഓഡിറ്റിംഗ് ആവശ്യമാണ്. ദൈവം നമുക്ക് ആരാണ്? നാം മറ്റുള്ളവർക്ക് എങ്ങനെയാണ്? സഭ നമുക്ക് എന്താണ്? നാം ക്രിസ്തു ശരീരമായ സഭയ്ക്ക് എന്താണ്? മറന്നുപോയതോ മറഞ്ഞുപോയതോ ആയ ദൈവവിചാരങ്ങളെ, ജീവിത വിചാരങ്ങളെ ഈ നോമ്പുകാലം വീണ്ടെടുക്കാം. നമ്മിൽ മങ്ങിപ്പോയ രക്ഷകനെ നമുക്ക് കണ്ടെത്താം. ക്രിസ്തുവിനെ കണ്ടെത്താതെ എങ്ങനെയാണ് നമുക്ക് ക്രൂശ് അനുഭവം സ്വീകരിക്കാൻ സാധിക്കുന്നത്? ഒരു കുഞ്ഞിനെ നഷ്ടമാകുമ്പോൾ തിരയുന്ന മാതാപിതാക്കളുടെ ഒരു വ്യഗ്രതയോടെ നമുക്കും അന്വേഷിക്കാം, തിരയാം, കണ്ടെത്താം നമ്മുടെ രക്ഷകനെ, ക്രിസ്തുവിനെ. നാം അകലങ്ങളിൽ നിൽക്കുന്നു എങ്കിൽ അരികെ ചെല്ലാം. രക്ഷകനെ കണ്ടെത്താൻ ഇന്ന് ആദ്യ ചുവട് വയ്ക്കാം. ദൈവം സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, എന്നിലെ നിന്നെ കണ്ടെത്തുവാൻ, ഞങ്ങളിലെ ക്രിസ്തു ബോധ്യങ്ങൾ കണ്ടെത്തുവാൻ, അതിൽ ഉറച്ചു നിൽപ്പാൻ കൃപ നൽകണമേ. ആമേൻ.